ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദീൻ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കാനും അതിന് ഖിദ്മത്ത് ചെയ്യാനുമുള്ള എല്ലാ തൗഫീഖും എല്ലാ ഹിമ്മത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, എനിക്കും വളരെ പെട്ടെന്ന് പോകണം. ബഹുമാനപ്പെട്ട ഗസീറോട് ഉസ്താദ് ദീർഘമായിട്ട് നല്ല പ്രഭാഷണം നടത്തി. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ വളരെ ബഹുമാനമുള്ള ബുർദ ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയൊരു ഉപദേശത്തിന് ഇവിടെ പ്രസക്തിയുമില്ല. ഏതായാലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമുകൾ മലായികത്ത് പോലും ചിറക് വീഴ്ത്തി കൊടുക്കുമെന്ന് ഹദീസിൽ പഠിപ്പിച്ച വലിയ സ്ഥാനത്തിന്റെ ഉടമകളാണ് മുത്തഅല്ലിമുകൾ. ഈ ഒരു വെള്ള തലകെട്ടും കെട്ടിയൊരു ജുബ്ബയിട്ട് ഒരു കേട്ടിയ തുണിയെടുത്ത് ഇങ്ങനെ നടക്കുന്ന കുട്ടികൾ നമ്മൾക്ക് സാധാരണക്കാർക്കിടയിൽ ഒരു വേറെ പുരയിൽ പോയിട്ട് ചോറ് കഴിക്കുന്ന, പള്ളിയിൽ ഒതുങ്ങിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇത്രയും പവറുള്ള ഒരു കുട്ടികൾ ആകാശഭൂമിന്റെ ഇടയിൽ വേറെ ഇല്ല. മനുഷ്യക്കുട്ടികൾ, മുത്തഅല്ലിമുകളുടെ സ്ഥാനം അള്ളാഹുവിന്റെ സൈന്യങ്ങൾ, വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് മലായികത്ത്. ആ മലായികത്ത് ചിറക് വിരുത്തി കൊടുക്കുന്ന ബഹുമതിയുള്ളവരാണ് മുത്തഅല്ലിമുകൾ. ഇൽമിന്റെ സ്ഥാനം ചെറുതാണോ? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്ന മുത്തഅല്ലിമു സ്വർഗത്തിന്റെ റൂട്ടിലാണെന്നാ. ഇൽമ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, നേരത്തെ സഅദി ഉസ്താദ് പറഞ്ഞതുപോലെ 500 രൂപയ്ക്കും തൊർസമാത്ത് പഠിക്കാനൊന്നുമല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിം അവര് സ്വർഗീയ റൂട്ടിലാണ് കടന്നു ചെല്ലുന്നത്, സ്വർഗത്തിലേക്കാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ മുത്തഅല്ലിമുകളെ ഒരു സമയവും നഷ്ടപ്പെടുത്തരുത്. ദർസ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നേരത്തെ പറഞ്ഞില്ലേ, മദീനത്ത് മസ്ജിദുൻ നബവിയിൽ വലിയ ദർസ് നടത്തിയിട്ടുണ്ട്. സുഫത്തിന്റെ അഹ്ലുകാരായ മുത്തഅല്ലിമുകൾ ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം നൈസാബൂരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നേരത്തെ ഇവിടെ വായിച്ചു. وعن ربيعة بن كعب الأسلمي خادم رسول الله صلى الله عليه وسلم من أهل الصفة قال كنت أبيت مع رسول الله فآتيه بوضوئه وقضاء حاجته وقال صلني قلت أسألك مرافقتك في الجنة. നേരത്തെ വായിച്ചില്ലേ, ഉസ്താദ് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സുഫത്തിന്റെ അഹ്ലുകാരായ ബഹുമതിയുള്ള മുത്തഅല്ലിമുകൾ, അവരുടെ ഉസ്താദ്, അവിടുത്തെ മുദരിസ്, ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാരമ്പര്യമാണ് നിങ്ങളുടെ നാട്ടിലും നടക്കുന്ന ദർസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ അൽ ഉലമാ വറസത്തുൽ അംബിയാ ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകി ദീൻ പഠിപ്പിക്കുന്ന പള്ളി ദർസ്. പള്ളി എന്ന് പറഞ്ഞാൽ വെറും ഇത്തികാഫിരിക്കാനോ നിസ്കരിക്കാനോ അല്ല, ദിക്ർ ചൊല്ലാൻ, ദർസ് നടത്താൻ, ഇൽമു പഠിക്കാൻ, അതിനൊക്കെയാണ് പള്ളി. വെറും ഇത്തികാഫ് നിസ്കാരം മാത്രമല്ല, ദിക്റും സ്വലാത്തും ദർസും ദീനീ ദഅവത്തും ദീൻ പഠിക്കാനും ഒക്കെ ഉള്ളതാണ് പള്ളി. അതുകൊണ്ട് പള്ളിയും നാടും ഹയാത്ത് വേണമെങ്കിൽ നാട്ടിൽ ദർസ് നിലനിൽക്കണം. ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഈ മുത്തഅല്ലിമുകളെ പൊന്നുപോലെ സൂക്ഷിക്കണം, പൊന്നുപോലെ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. സ്വന്തം മക്കളെക്കാളും സ്നേഹിക്കാനുള്ള മനസ്സ്, മുത്തഅല്ലിമുകളെ സ്നേഹിക്കാനുള്ള മനസ്സ് ആർക്കെങ്കിലും ഉണ്ടോ? ഈ സദസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു മനസ്സ്? എങ്കിൽ അവർ ഈമാൻ കൊണ്ട് കാമിലാണ്, ഇമാമിങ്ങളാണ് രേഖപ്പെടുത്തിയത്. നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടോ? സ്വന്തം കുട്ടികളെ പോലെ, ഏറെ വേണ്ട പോലെ മുത്തഅല്ലിമുകളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഈമാൻ നമ്മിൽ പൂർണ്ണമായിരിക്കുന്നു. ഈമാനിന്റെ വലിയ പൂർണ്ണതയാണത്, ഇൽമിനോടുള്ള സ്നേഹം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഹദീസിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ദീർഘമായിട്ട് കടക്കുന്നില്ല.
ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ മുതഅല്ലിമുകൾ, ഇവിടുത്തെ ആലിമ്, ഇവിടുത്തെ മുദരിസ് അവരെ പിന്നിൽ അണിനിരുന്നു മുതഅല്ലിമീങ്ങൾക്കുള്ള ഭക്ഷണം ഉമ്മ നീ നൽകുന്നോ? നീ മൗത്തായി ഖബറിലെത്തിയാൽ സാധുക്കളായ ഞങ്ങളെപ്പോലത്തെ മുതഅല്ലിമുകൾ പാതിരാത്രികളിൽ കറങ്ങി നടന്ന് ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ദ്വാരക്കും, അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ദീൻ പഠിക്കാൻ സഹായിച്ച, അതിന് സൗകര്യമൊരുക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട സംരക്ഷകരുണ്ട്, പോറ്റുമ്മമാരുണ്ട്, ഞങ്ങളുടെ രക്ഷകർത്താക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, ബന്ധപ്പെട്ട സ്നേഹികളുണ്ട്. അവർക്ക് നീ പൊറുക്കണമല്ലാ, അവരെ കാര്യം എളുപ്പമാക്കണമല്ലാ, ഖബർ സന്തോഷത്തിലാക്കണമല്ലാ എന്നിങ്ങനെ ദ്വാരക്കുമ്പോൾ ആ ദുആ നീ മരിച്ചാലും എന്റെ ഖബറിലേക്ക് ഇങ്ങനെ മായാതെ മറയാതെ നീ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ, അവരെ സംരക്ഷിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സവാബുകൾ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നൽകും എന്ന ഉത്തമ വിശ്വാസത്തോടെ ഈ ദർസിനു വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള സഹകരണവും നിങ്ങളിൽ നമ്മൾ കാണുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാര്യം പറയുന്നു, അൽഹംദുലില്ലാ, ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ബുർദയാണ്. ബുർദ ചെറിയതല്ല, വല്ലാത്ത ബർക്കത്തുള്ള വല്ലാത്ത ഇഷ്ക് നിറഞ്ഞ പദ്യമാണ് ബുർദ. ബുർദനെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം മുഹബ്ബീങ്ങൾ, ധാരാളം ഹബീബായ തങ്ങളെ പ്രകീർത്തിക്കുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ബെയ്ത്തുകളുണ്ട്. ഉമർ ഖാദി തങ്ങൾ പദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പല ബെയ്ത്തുകളും ഹബീബായ തങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ബുർദ എന്ന് പറയുന്ന ഈ വലിയ ബെയ്ത്ത് അതിന്റെ മുസന്നിഫ് ഇമാം ബൂസിരി റഹ്മഹുല്ലാഹ്, ഇമാമുൽ ബൂസിരി റളിയല്ലാഹു അൻഹുവിന് സൈഡ് എഫക്ട് വന്നു, തളർവാദം പിടിപെട്ടു. ഒരു അഭിപ്രായമാണ്, പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം. സൈഡ് എഫക്ട് വന്നു, തളർവാദം പിടിപെട്ടു, ഒരു ഭാഗത്ത് തളർന്നു കിടന്നു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഖദാഉൽ ഹാജത്തിന് പ്രയാസമാണ്, ആവശ്യ നിർവഹണത്തിന് പ്രയാസമാണ്, മലമൂത്ര വിസർജന ശുചീകരണത്തിന് പ്രയാസമുള്ള അവസ്ഥയിൽ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു വിഷമിച്ചു കിടക്കുമ്പോ വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ വിളിച്ചു വരുത്തി. സകല ഡോക്ടർമാരും വന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പറഞ്ഞു, ഈ അസുഖം സുഖപ്പെടില്ല, ഇത് സുഖപ്പെടുന്ന രോഗമല്ല എന്ന നിലക്കതാ ഡോക്ടർമാര് കൈയൊഴിഞ്ഞപ്പോൾ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇല്ല, എനിക്ക് നിരാശപ്പെടാനാകില്ല. ഏത് ഡോക്ടർമാര് എന്റെ രോഗത്തിന് മെഡിസിനില്ലെന്ന് പറഞ്ഞാലും, മരുന്നില്ല, ചികിത്സയില്ലെന്ന് പറഞ്ഞ് എന്നെ ആരൊഴിവാക്കിയാലും, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തില്ലേ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് അവതരിച്ച ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ആ റഹ്മത്താകുന്ന തങ്ങളെ കൊണ്ട് ഞാൻ സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമാം ബൂസിരി റഹ്മഹുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ രോഗം സുഖപ്പെട്ട് കിട്ടിയാൽ പദ്യമുണ്ടാക്കാൻ ഖൽബിൽ നിയ്യത്ത് ചെയ്യുന്നു. അതാ ചെറിയ മയക്കം വരുന്നു, കടന്നു വരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട സാന്നിധ്യം വരുന്നു. അതാ ഞെട്ടിയുണർന്ന ഇമാം ബൂസിരി തങ്ങളതാ കരഞ്ഞ് കണ്ണുനീരൊലിക്കുന്നു. ഹബീബായ തങ്ങളെ പ്രകീർത്തിച്ച് പദ്യം ചൊല്ലുന്നു. അവസാനം പറയുന്നു, ഞാൻ എന്റെ തുടക്കത്തിലെ ബെയ്ത്ത് പറഞ്ഞില്ലേ, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയേ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ സ്ഥാനമെത്ര, മഹത്വമെത്ര, അവിടുത്തെ ആദരവെത്ര പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കി ബൈത്ത് ചെല്ലാൻ ഇമാം ബൂസിരിക്ക് കിട്ടുന്നില്ല.
ആ പദ്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അപ്പോഴല്ലേ കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു പറയുന്നു, ബുസ്രി ബൈത്ത് പൂർത്തിയാക്കാതെ വിഷമിക്കണ്ട. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഈ നിലക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരം ഇമാം ബൂസുരി തങ്ങളുടെ ബുർദക്കുള്ളത് കൊണ്ടാണ് ലോകത്ത് ഏതെല്ലാം മുഹിബ്ബുകൾ എങ്ങനെയെല്ലാം ഗദ്യങ്ങളും പദ്യങ്ങളും ഹബീബായ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകമൊട്ടുക്കെ അമേരിക്കയിൽ ഉൾപ്പെടെ ബുർദക്ക് വലിയ സ്ഥാനമാണ്, വലിയ പ്രചാരമാണ്, വലിയ അംഗീകാരമാണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റ് വന്ന മുസ്ലിമേ, ക്യാൻസർ പിടിപെട്ടിട്ട് റിജക്ട് ചെയ്ത മുസ്ലിമേ, ഏത് പ്രശ്നം കൊണ്ടും രോഗം കൊണ്ടും കുടുംബത കൊണ്ടും പ്രയാസപ്പെടുന്ന മുസ്ലിമേ, നീ ഹബീബായ തങ്ങളുടെ ബഹുമാനം പറയുന്ന ബുർദ നല്ല നിയ്യത്തോടെ പറഞ്ഞോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമതി കൊണ്ട് അക്കാര്യം അല്ലാഹു പൂർത്തിയാക്കും കേട്ടോ. സംസാരിച്ചാൽ നീണ്ടുപോകും, ഞാൻ ചുരുക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇവിടെ ബുർദ നടക്കുന്നു, വലിയ ബഹുമാനമുള്ളതാണ്. നല്ല നിയ്യത്തോടുകൂടെ ബുർദയുടെ സദസ്സിൽ നിങ്ങൾ കൂടിക്കോ. അല്ലാഹു പൂർത്തിയാക്കും, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന